ഇന്ത്യൻ പ്രീമിയർ ലീഗ് പുതിയ സീസണ് മുന്നോടിയായി മിനി താരലേലം അവസാനിച്ചപ്പോൾ IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായി മിച്ചൽ സ്റ്റാർക്ക് മാറിയിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 24.75 കോടി ചെലവിട്ടാണ് സ്റ്റാർക്കിനെ ടീമിലെത്തിച്ച് ആരാധകരെ ഞെട്ടിച്ചത്. ലേലത്തിൽ 20.50 കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദിലെത്തിയ ഓസീസ് നായകൻ പാറ്റ് കമിൻസിന്റെ റെക്കോർഡാണ് മറികടന്നത്. ഇതോടെ ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ MS ധോണിയും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മറികടന്ന് കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരങ്ങളായി ഓസീസ് താരങ്ങളായ സ്റ്റാർക്കും കമിൻസും മാറി. 2022 IPL സീസണിൽ CSI ക്യാപ്റ്റൻ സ്ഥാനം മാറാൻ തീരുമാനിച്ചതോടെ ധോണിയുടെ പ്രതിഫലം ചെന്നൈ സൂപ്പർ കിങ്സ് രവീന്ദ്ര ജഡേജയെ 16 കോടിയും MS ധോണിയെ 12 കോടിയും നൽകിയാണ് നിലനിർത്തിയത്. പിന്നീട് ജഡേജ ക്യാപ്റ്റനായെങ്കിലും തുടർ തോൽവികളെ തുടർന്ന് സീസണിൽ ധോണി വീണ്ടും നായകനാവുകയും കഴിഞ്ഞ സീസണിൽ ചെന്നൈയെ 5ാം കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തെങ്കിലും പ്രതിഫലം കൂട്ടിയതായി റിപ്പോർട്ടില്ല. മുംബൈ ഇന്ത്യൻസ് നായകനായിരുന്ന രോഹിത് ശർമ്മയ്ക്ക് ഈ സീസണിൽ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമായിരുന്നു. കഴിഞ്ഞ 3 സീസണുകളിലായി കിരീടം നേടിയിട്ടില്ലാത്ത മുംബൈ ഹാർദിക് പാണ്ഡ്യയാണ് ഇത്തവണ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ക്യാപ്റ്റൻ സ്ഥാനം പോയതോടെ മുംബൈ ഓപ്പണർ എന്ന സ്ഥാനം മാത്രമുള്ള രോഹിത്തിന് 16 കോടി രൂപയാണ് പ്രതിഫലം. ബാംഗ്ലൂർ നായകസ്ഥാനം നേരത്തെ ഒഴിഞ്ഞ കോഹ്ലി സ്പെഷ്യലിസ്റ്റ് ബാറ്ററായാണ് RCBയിൽ കളിക്കുന്നത്. രോഹിത്തിനും താഴെ 15 കോടി രൂപയാണ് RCBയിൽ കോഹ്ലിയുടെ പ്രതിഫലം. പ്രതിഫല കാര്യത്തിൽ ഇന്ത്യൻ താരങ്ങളിൽ രോഹിത്തിനും കോഹ്ലിക്കും മുകളിലാണ് ലക്നൗ സൂപ്പർ ജയൻസ് നായകനായ KL രാഹുലിന്റെ സ്ഥാനം. രാഹുലിന് 17 കോടി രൂപയാണ് ലക്നൗ പ്രതിഫലമായി നൽകുന്നത്. പരിക്ക് മൂലം കഴിഞ്ഞ സീസൺ പൂർണ്ണമായും നഷ്ടമായ ഋഷഭ് പന്താണ് പ്രതിഫല കാര്യത്തിൽ മുന്നിലുള്ള മറ്റു ഇന്ത്യൻ താരം. 16 കോടി രൂപയാണ് ഡൽഹി ക്യാപിറ്റൽസ് നായകനായ ഋഷഭ് പന്തിന് നൽകുന്നത്. എന്നാൽ മിച്ചൽ സ്റ്റാർക്കിന് താരലേലത്തിൽ 24.75 കോടിയൊക്കെ കിട്ടുമെങ്കിൽ വിരാട് കോഹ്ലി ലേലത്തിനെത്തിയിരുന്നെങ്കിൽ എത്ര കിട്ടുമായിരുന്നുവെന്ന് തുറന്നു പറയുകയാണ് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര. കോഹ്ലിയൊക്കെ ലേലത്തിൽ വന്നിരുന്നെങ്കിൽ 42 കോടിയൊക്കെ നേടുമായിരുന്നുവെന്ന് ആകാശ് ചോപ്ര തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. നാളെ ബുംറയോ കോഹ്ലിയോ ടീം വിടാൻ ആഗ്രഹിക്കുകയും ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇന്നലത്തെ ലേലത്തിൽ സ്റ്റാർക്കിന് 24.75 കോടി മുടക്കുമെങ്കിൽ കോഹ്ലിക്ക് 42 കോടിയും ബുംറയ്ക്ക് 35 കോടിയും ഒക്കെ കിട്ടണ്ടേ? അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ലേലത്തിൽ എന്തോ തകരാറുണ്ടെന്ന് വേണം കരുതാൻ. ലേലത്തിൽ വിദേശ കളിക്കാർക്ക് വൻ തുകയും ഇന്ത്യൻ താരങ്ങൾക്ക് അതിനേക്കാൾ കുറഞ്ഞ തുകയും ലഭിക്കുന്നത് നീതീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ വിദേശ കളിക്കാരെ ലേലത്തിൽ വിളിച്ചെടുക്കാവുന്ന തുകയ്ക്ക് ഒരു പരിധി വെക്കുന്നത് നല്ലതാണ്. 20.5 കോടി മുടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് പാറ്റ് കമിൻസിനെ ടീമിൽ എത്തിച്ചുവെങ്കിലും കമിൻസിനെ ക്യാപ്റ്റനാക്കിയാൽ മാത്രമേ അവരുടെ തീരുമാനം ന്യായീകരിക്കാനാവൂ എന്നും ആകാശ് ചോപ്ര പറഞ്ഞു. ഇന്നലെ നടന്ന മിനി താരലേലത്തിലാണ് സ്റ്റാർക്കിനെയും കമിൻസിനെയും IPL ലേല ചരിത്രത്തിലെ എക്കാലവും ഉയർന്ന തുക നൽകി കൊൽക്കത്തയും ഹൈദരാബാദും ടീമിലെത്തിച്ചത്.